മുടി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് മുടി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നീളം വെക്കണില്ല. അപ്പോൾ നീളം വെക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയണ്ടേ? ഹായ് ഡിയേഴ്സ്, ഞാൻ സുകന്യ ബഡി, ഹെയർ ഡൊണേഷൻ റെക്കോർഡ് ഹോൾഡർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ഉജിര ഹെർബൽസ്. നമ്മുടെ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് മുടി കട്ട് ചെയ്യണത്. അതായത് പല മോഡൽസിലൊക്കെയാണ് മുടി കട്ട് ചെയ്യണത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മുടി കട്ട് ചെയ്യുമ്പോൾ മുടിക്ക് ചെറിയ പൊക്കിൾസ് ഉണ്ട്, അവിടെ വെച്ച് കട്ട് ചെയ്യാതിരിക്കാം. എങ്ങാനും അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒന്നുകിൽ ഇത്ര അല്ലെങ്കിൽ ഇത്ര ഈ ഒരു അളവിൽ വെച്ചിട്ട് നമ്മൾ മേലെ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ പറഞ്ഞുതരാം. ചില സ്ഥലത്ത് വെച്ച് മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നീളം വെക്കില്ല. ആ സ്ഥലങ്ങൾ ഏതാണെന്നറിയോ? ഒന്ന് നമ്മുടെ കഴുത്തിൻ്റെയും ഈ ഷോൾഡറിൻ്റെയും സെൻറ്റർ ഭാഗം, ഈ ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഭൂരിഭാഗം മുടി കട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു പോർഷനില്ലേ സെൻറ്റർ, അതായത് നമ്മുടെ കഴുത്തിൻ്റെയും അരയുടെയും സെൻറ്റർ ഭാഗം, അവിടെ വെച്ചൊരിക്കലും മുടി കട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ചന്തിയുടെ കറക്റ്റ് സെൻറ്ററിൽ അവിടെ വെച്ച് മുടി കട്ട് ചെയ്യരുത്. ഇത്രയും സ്ഥലത്ത് വെച്ച് മുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുടി ലെങ്ത്ത് വെക്കില്ല എന്ന് പറയണത്. എങ്ങാനും അവിടെ വെച്ച് കട്ട് ചെയ്ത് പോയാൽ തന്നെയാലും ലെങ്ത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഇത്ര അല്ലെങ്കിൽ ഇത്ര ഈ ലെവലിൽ വെച്ചിട്ട് നിങ്ങൾ മുടി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് നീളം വെക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ ഒരു ടിപ്സ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.